നമ്മൾ പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ പോളിംഗ് സ്റ്റേഷൻ്റെ പരിസരം ഒന്ന് വീക്ഷിക്കുകയാണ്. ഒരു 200 മീറ്റർ ചുറ്റളവിൽ കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ്സിൻ്റെ ഇലക്ഷൻ ബൂത്തുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. 200 മീറ്റർ ചുറ്റളവിൽ 100 മീറ്റർ ചുറ്റളവിൽ നമ്മൾ അവിടുത്തെ മജിസ്ട്രേറ്റിൻ്റെ അധികാരത്തോടു കൂടിയാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. 100 മീറ്റർ ചുറ്റളവിൽ. അതുകൊണ്ട് 100 മീറ്റർ ചുറ്റളവിൽ നമ്മുടെ അധികാര പരിധിയാണ്. 200 മീറ്റർ ചുറ്റളവിൽ ഈ കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ്സിൻ്റെ ബൂത്തുകളോ ഇലക്ഷൻ ബൂത്തുകളോ പ്രചരണ സാമഗ്രികളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇതിനകത്ത് 100 മീറ്ററിനകത്തേക്ക് ആരും ആയുധധാരികളായി കടന്നു വരാൻ പാടില്ല. പ്രത്യേകം നിയോഗിക്കപ്പെട്ട ആളുകൾ അല്ലാതെ ആരും ആയുധധാരികളായി കടന്നു വരാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഉറപ്പ് വരുത്തുക. പോയി ഒന്ന് ചുറ്റുവട്ടം നോക്കുക. മാത്രമല്ല, വോട്ടർമാർക്ക് അഷ്വർ ചെയ്ത ചില മിനിമം ഫെസിലിറ്റീസ് ഉണ്ട്. ഉദാഹരണത്തിന് എല്ലാ പോളിംഗ് ബൂത്തിലേക്കും കടന്നു വരാൻ റാമ്പ് ഉണ്ടാവണം. ഒരു വീൽ ചെയർ ആയിട്ട് വരികയാണെങ്കിൽ അതിലൂടെ കടന്നു വരാനുള്ള റാമ്പ് എല്ലാ പോളിംഗ് സ്റ്റേഷനകത്തും ഉണ്ടാവണം. അതിന് സൗകര്യം ഉണ്ടാവും. ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടാവണം. അതുപോലെ നല്ല വിശ്രമിക്കാനുള്ള അല്ലെങ്കിൽ അധികം ക്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഷെയ്ഡ് ഉണ്ടാവണം. അവിടെ തണലത്ത് കാത്തു നിൽക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവണം. അതൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക. അതാണ് നമ്മൾ ആദ്യം തലേ ദിവസം കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. നമുക്കും കൂടെ ആവശ്യമാണല്ലോ. ലാട്രിൻ ഉണ്ടോ, അതൊക്കെ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടോ, അതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കണം. അതുപോലെ നമ്മുടെ പോളിംഗ് സ്റ്റേഷനകത്ത് മറ്റ് പല സാധാരണ ഇപ്പോഴത്തെ സ്കൂളുകളൊക്കെ വളരെ ചിത്രങ്ങൾ കൊണ്ടൊക്കെ അലങ്കൃതമാണ് അല്ലേ. കുട്ടികൾ ചിത്രം വരച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ ചിഹ്നമാകുമെന്ന് വിചാരിച്ചിട്ടല്ല. അവർ പല ചിത്രങ്ങളും വരച്ചിട്ടുണ്ടാവും. കിളികളെ ചിത്രം വരച്ചിട്ടുണ്ടാവും, കാക്ക വരച്ചിട്ടുണ്ടാവും, തൊപ്പി വരച്ചിട്ടുണ്ടാവും, ചെണ്ട വരച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥികൾ പലരും സ്വതന്ത്രന്മാരോ അല്ലെങ്കിൽ മറ്റ് ആളാകുമ്പോൾ അവർ ചിഹ്നങ്ങൾ സ്ഥാനാർത്ഥിയുടെ ചിഹ്നമായിട്ട് വരുന്നുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കണം. അത് മറച്ച് ഒഴിവാക്കണം. നാഷണൽ ലീഡേഴ്സിൻ്റെ ചിഹ്നങ്ങൾ അത് ഒഴിവാക്കണം. അതൊക്കെ മറച്ചു വെക്കണം. ഗാന്ധിജിയുടെ ഒഴികെയുള്ള ഒരു നേതാവിൻ്റെയും ചിത്രം നമ്മുടെ പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പരിശോധിച്ച് നമ്മൾ ഉറപ്പുവരുത്തി ക്ലിയർ ചെയ്യണം. വൈദ്യുതി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. നമ്മുടെ വെളിച്ചം, ആവശ്യത്തിന് വെളിച്ചം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. വെളിച്ചം ഉറപ്പുവരുത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നേരിട്ട് വെളിച്ചം നമ്മുടെ പോളിംഗ് കമ്പാർട്ട്മെന്റിൽ, നമ്മുടെ വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അവിടെ ഇതിനകത്തേക്ക് നേരിട്ട് വെളിച്ചം വീഴുന്ന തരത്തിൽ വെളിച്ചം സെറ്റ് ചെയ്യാനും പാടില്ല. ഇതിന് നേരിട്ട് വെളിച്ചം വരുന്നത് കുറച്ച് സെൻസിറ്റീവായ ഒരു മെഷീനാണ്. അതുകൊണ്ട് നേരിട്ട് വെളിച്ചം ഇതിന് മുകളിൽ വീഴാത്ത തരത്തിലായിരിക്കണം അത് സജ്ജീകരിച്ചിട്ടുണ്ടാവുക എന്നത് അത് ഉറപ്പുവരുത്തണം. അത് കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം ഈ ഡിസ്ട്രിബ്യൂഷൻ സെൻ്ററിൽ നിന്ന് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പോളിംഗ് സ്റ്റേഷനിലെത്തി. ആ പോളിംഗ് സ്റ്റേഷനിലെത്തിയാൽ പോൾ മാനേജർ ആപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓൾ ഇൻ പൊസിഷൻ എന്ന് ഒരു മെസ്സേജ് അങ്ങോട്ട് അയക്കാനുണ്ട്. നമ്മളെല്ലാവരും റെഡിയാണ് എന്ന് പറയാം. പിറ്റേ ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ ദിവസം രാവിലെ നമ്മൾ മോക്ക് പോൾ ചെയ്യണം അല്ലേ. അതിനു മുമ്പ് മോക്ക് പോൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ സെറ്റ് ചെയ്യാനുണ്ട്. പോളിംഗ് ഉദ്യോഗസ്ഥർ ഇരിക്കേണ്ടത് എങ്ങനെയാണ്, എവിടെയാണ് മെഷീൻ വെക്കേണ്ടത് എന്നൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അത് ഒരു പ്രത്യേക രീതിയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇലക്ഷൻ ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ചിത്രം നമുക്ക് കാണിക്കാം. ഇതാണ് അതിൻ്റെ ആ ചിത്രം. ഇത് 2 ഡോറുള്ള ഒരു പോളിംഗ് സ്റ്റേഷൻ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ആ ഡോറിന് പുറത്തായിട്ട് BLOന്റെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും. സാനിറ്റൈസറും തെർമൽ സ്കാനറും കൊണ്ട് ഒരാൾ പുറത്തുണ്ടാവും. ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടാവും. അത്രയാണ് പുറത്തുണ്ടാവുക. നമ്മൾ വാതിലിനടുത്ത് തന്നെ കഴിയുന്നതും വളരെ ദൂരെയല്ലാതെ തന്നെ ഹെൽപ്പ് ഡെസ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് BLOനോട് പറയുക. നമുക്ക് വിളിച്ചാൽ കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ പറയുക. അത് കഴിഞ്ഞാൽ നമ്മൾ പോളിംഗ് ഓഫീസേഴ്സിൻ്റെ തൊട്ട് പിറകിലായിരിക്കണം ഏജന്റുമാരിരിക്കുന്നത്. പ്രിസൈഡിംഗ് ഓഫീസറുടെ വലത് സൈഡിൽ മൈക്രോ ഒബ്സർവറും ഇടത് സൈഡിൽ നമ്മുടെ പോളിംഗ് കമ്പാർട്ട്മെന്റും സജ്ജീകരിക്കണം. മൈക്രോ ഒബ്സർവർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ വലത് സൈഡിൽ ഇരുത്തുക. ഇടത് സൈഡിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഇടത് സൈഡിൽ വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് സജ്ജീകരിക്കുക. ഒരു കൈ അകലത്തിൽ എന്നാണ് ജില്ലാ കളക്ടർ നേരിട്ട് പറഞ്ഞത്. ഒരു കൈ അകലത്തിൽ തന്നെ ആയിരിക്കണം വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യുന്നത്. ഒരു കാരണവശാലും ഈ ഏജന്റുമാർക്ക് ആ കമ്പാർട്ട്മെന്റിലകത്ത് നടക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കരുത്. ഏജന്റുമാർക്ക് ഒരു കാരണവശാലും വോട്ടറെ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ള സൂചന ലഭിക്കാത്ത രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. മാത്രമല്ല, പോളിംഗ് കമ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് പിറകിൽ ജനലുകൾ ഇല്ലാതെ നോക്കണം. അതായത് ഒളിച്ചു നോട്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഒളിച്ചു നോട്ടം ഉണ്ടാകാൻ പാടില്ല എന്നാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് 2 ഡോർ ഉള്ളതാണ്.
നമ്മൾ പോകുന്ന പോളിംഗ് സ്റ്റേഷൻ മിക്കവാറും 2 ഡോർ ഉണ്ടാവണമെന്നില്ല. ഒരു ഡോർ ആണെങ്കിൽ ഇത് ഇവിടെ ഒരു പാർട്ടീഷൻ വെച്ച് ഒരു ബെഞ്ചോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് ആ ഒരു ഡോറിലൂടെ തന്നെ വരവും പോക്കും നിയന്ത്രിക്കണം. സെറ്റ് ചെയ്യേണ്ട ബാക്കിയൊന്നും വ്യത്യാസം വരുന്നില്ല, ഒറ്റ ഡോർ മാത്രമായിട്ട് ചെയ്യണം. വെബ് ക്യാമറ നമ്മളിപ്പോൾ മനസ്സിലാക്കിയിടത്തോളം എല്ലാ പോളിംഗ് സ്റ്റേഷനിലും വെബ് ക്യാമറ ഉണ്ട്. അത് പ്രിസൈഡിംഗ് ഓഫീസറുടെ നേരെ മുകളിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറയണം അവരോട്. ഫിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ വരുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ ഇരിക്കുന്നതിന് തൊട്ട് തലക്ക് മുകളിൽ തന്നെ വെബ് ക്യാമറ ഈ പോളിംഗ് സ്റ്റേഷൻ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, ഈ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റ് ഒഴികെയുള്ള അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒഴികെ കാര്യങ്ങൾ കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറയാം. പോളിംഗ് ഏജന്റിന് പാസ് കൊടുക്കുന്നതാണ്. തലേ ദിവസം തന്നെ പോളിംഗ് ഏജന്റുമാർ മിക്കവാറും നമ്മളെ സന്ദർശിക്കും. തലേ ദിവസം നമ്മൾ എത്തിക്കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും കാൻഡിഡേറ്റ്സിൻ്റെയൊക്കെ ഏജന്റുമാർ നമ്മളെ സമീപിക്കും. അപ്പോൾ അവരോട് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഒരു ഏജന്റിന് ഒരു സമയത്ത്, ഒരു കാൻഡിഡേറ്റിൻ്റെ ഒരു ഏജന്റ് മാത്രമേ ഒരു സമയത്ത് ബൂത്തിലിരിക്കാൻ പറ്റൂ എന്ന് പറയണം. ഒരു കാരണവശാലും നിങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ, അതായത് അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് വോട്ടർ പട്ടികയാണ്. വോട്ടർ പട്ടിക ഒരു കാരണവശാലും ബൂത്തിൽ കൊണ്ടുവന്നാൽ പിന്നീട് അത് പുറത്തേക്ക് പോയിട്ട് അവസാന ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ് അല്ലാതെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയണം. അതുപോലെ ചെറിയ സ്ലിപ്പുകളൊക്കെ എഴുതി പുറത്തേക്ക് കൊടുക്കുന്ന സംവിധാനം പറ്റില്ല. പിന്നെ ഒന്ന്, പോളിംഗ് സ്റ്റേഷനകത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ പറ്റില്ല. അവർക്ക് അനുവദിച്ച സ്ഥലത്ത് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. അവർക്ക് അനുവദിച്ച സ്ഥലം ഉണ്ടാവും, ഒരു ബെഞ്ച് നൽകുക, ആ ബെഞ്ചിലിരിക്കുക. ആ സ്ഥലം ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് ഡെസ്ക് കൊടുത്താൽ മതി. എല്ലാവർക്കും ബെഞ്ചും ഡെസ്ക് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ബെഞ്ച് കൊടുക്കുക, ഇരിക്കാനുള്ള ബെഞ്ച് കൊടുക്കുക, അല്ലെങ്കിൽ കസേര കൊടുക്കുക. സൗകര്യമുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ മാത്രം അവർക്കൊരു ഡെസ്കും കൂടെ കൊടുക്കുക. അവിടെ തന്നെ ഇരിക്കണം. നമ്മുടെ പോളിംഗ് സമയത്ത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പാടില്ല. ഇനി അവരെ ഏതെങ്കിലും സമയത്ത് പുറത്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു മൂവ്മെൻറ്റ് ഷീറ്റ് ഉണ്ട്, അതിൽ ഒപ്പ് വാങ്ങണം. റിലീവിങ് ഏജൻറ്റ് ആരാണോ അവരുടെയും ഒപ്പ് വാങ്ങണം. പോളിംഗ് ഏജൻറ്റിനെ കൂടാതെ 2 റിലീഫ് ഏജൻറ്റും കൂടെ വെക്കാൻ പറ്റും. ആ റിലീഫ് ഏജന്റുമാർ 2 പേരായിരിക്കും. ആകെ 3 പേരെ നിയോഗിക്കാം. ഒരാൾ പോളിംഗ് ഏജന്റായിട്ടും, അയാൾ ഇരിക്കാത്ത സമയത്ത് 2 പേര് പുറത്ത് നിൽക്കുക. ഒരാൾ കടന്നു വരുന്ന സമയത്ത് ഇയാൾ പുറത്തേക്ക് പോവുക. അങ്ങനെ റിലീഫ് ഏജന്റിനെയും മാറ്റം. അതൊക്കെ മൂവ്മെന്റ് ഷീറ്റിൽ കൃത്യമായി രേഖപ്പെടുത്തണം. ഏത് സമയത്തും സ്ഥാനാർത്ഥിക്ക് തൻ്റെ പോളിംഗ് ഏജന്റിനെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ മുഖ്യ ഏജന്റിന് അയാളുടെ പോളിംഗ് ഏജന്റ് പിൻവലിക്കാനുള്ള അധികാരമുണ്ട്. ഏത് സമയത്തും പിൻവലിക്കുന്നത് പ്രത്യേകമായി നമുക്ക് എഴുതി അറിയിക്കണം. അങ്ങനെ പിൻവലിച്ച പിന്നെ ആ ഏജന്റിന് അവിടെ ഇരിക്കാനുള്ള സൗകര്യമില്ല. ഇത് പോളിംഗ് ഏജന്റുമാരുടെ മൂവ്മെന്റ് ഷീറ്റാണ്, അതിൻ്റെ ഒരു ഫോർമാറ്റാണ്. ഈ മൂവ്മെന്റ് ഷീറ്റൊക്കെ കൃത്യമായി ഫില്ലപ്പ് ചെയ്യണം. കോവിഡ് പ്രോട്ടോക്കോള് കൃത്യമായി പാലിക്കണം. നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മളെല്ലാവരും കൃത്യമായി മാസ്ക് ധരിച്ചിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസ് ചെയ്യണം. അതൊക്കെ നമ്മൾ പാലിക്കണം. വോട്ടർമാരോട് ചെയ്യാൻ വേണ്ടി സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടി പുറത്ത് ആളുണ്ടാവും. അവരോട് കൃത്യമായി മാസ്ക് ധരിച്ച് ഉള്ളിലേക്ക് കടന്നു വരാൻ പറയുക. സാനിറ്റൈസ് ചെയ്യുക. ഗ്ലൗസ് കൊടുക്കുന്നുണ്ട്, ഗ്ലൗസ് ഉപയോഗിക്കാൻ പറയുക. അതുപോലെ തെർമൽ സ്കാനർ ഉപയോഗിച്ച് അവരുടെ ശരീരോഷ്മാവ് പരിശോധിക്കുന്നുണ്ട്. 37.5 കൂടുതലാണ് ശരീരോഷ്മാവെങ്കിൽ അവരോട് മാറി നിൽക്കാൻ പറയുക. മാറി നിന്ന് 2 തരത്തിൽ ചെയ്യാം. അവർക്ക് ഒന്ന്, നമുക്ക് തൊട്ടടുത്ത റൂമിൽ അവരോട് വെയിറ്റ് ചെയ്യാൻ പറയുക. എന്നിട്ട് 6 മണിക്ക് ശേഷം അവരോട് വോട്ട് ചെയ്യാൻ പറയുക. അല്ലെങ്കിൽ ഇനി തീരെ വോട്ടർമാരൊന്നും ഇല്ല, നമ്മുടെ ബൂത്തിലേക്ക് വേറെ ആരും വോട്ടറൊന്നും ചെയ്യാനില്ല, അവരും അവിടെ മാറിയിട്ടുണ്ടെങ്കിൽ അവർ ആ സമയത്ത് ചെയ്യാം. അപ്പോൾ ശരീരോഷ്മാവ് ഒന്ന് മാറി നിന്ന് വീണ്ടും ഒരിക്കൽ കൂടി വേണമെങ്കിൽ പരിശോധിക്കാം. കുറച്ച് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടി പരിശോധിക്കുക, ഉറപ്പ് വരിക. ഏജന്റുമാരെയും ചെയ്യണം. ഏജന്റുമാരെയും ഇതുപോലെ ശരീരോഷ്മാവ് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ബൂത്തിനകത്തേക്ക് കടത്തിവിടാൻ പാടുള്ളൂ. വോട്ടേഴ്സ് വരുന്നവർക്ക് ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും. BLOമാരുടെ ഹെൽപ്പ് ഡെസ്ക് അവിടെ സജ്ജീകരിക്കുക. അവരെ ക്യൂ നിൽക്കാനുള്ള സർക്കിളുകൾ വരച്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ബൂത്തിന് പുറത്ത്. അതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തു വെക്കുന്നുണ്ടാവും. അതൊക്കെ നിങ്ങൾ ഒന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ, നിങ്ങൾ വരക്കാനൊന്നും നിൽക്കേണ്ടി വരില്ല. ഇനി അഥവാ ഏതെങ്കിലും ബൂത്തിൽ വരച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പോലീസുകാർ പറയാം, ക്യൂ ഇവിടെ 1.5 മീറ്റർ വിട്ടിട്ട് തന്നെ ഒന്ന് വിട്ട് 1.5-2 മീറ്ററിന് ഇടയിലുള്ള ഗ്യാപ്പ് നിർത്തിയിട്ട് തന്നെ ആളുകളെ കടത്തിവിടാൻ പറയുക.
എൻഷുർ ഇൻക്ലൂസീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് പേഴ്സൺസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആണ്. അതായത് എല്ലാ ആളുകളെയും നമ്മൾ വോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാ ആളുകളെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാക്കുക, ഒരാളെ പോലും ഒഴിവാക്കാതെ ഒരു ഇൻക്ലൂസീവ് ഇലക്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ പേഴ്സൺസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്, ചില ആളുകൾ വളരെ ഉയരം കുറഞ്ഞ ആളുകളുണ്ടാവും, അങ്ങനെയുള്ള ആളുകൾ വന്ന് വോട്ടർ അവർക്ക് സ്വന്തമേതയാ വോട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ വോട്ടർ സജ്ജീകരിച്ചിടത്തേക്ക് നമുക്ക് അവർക്ക് എത്തുന്നുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ഒരു ചെറിയ ബോക്സോ അങ്ങനെ വെച്ചു കൊടുത്ത് അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം. അതാണ്. ചിലപ്പോൾ വീൽ ചെയർ കൊണ്ട് വരേണ്ട ആളുണ്ടാവും, ആ വീൽ ചെയർ കടന്നു വരാനുള്ളതുണ്ടാവും. ഇപ്പോൾ വീൽ ചെയർ കടന്നു വരാൻ വേണ്ടി നമുക്ക് ഇനി നിങ്ങൾക്ക് ഇന്ന് പോയി തലേ ദിവസം പോയിട്ട് വീൽ ചെയർ കടന്നു വരാനുള്ള വഴി ഉണ്ടാക്കാനൊന്നും പറ്റില്ല. പക്ഷെ അത് സെക്ടർ ഓഫീസർമാർ അതിന് സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇനി അഥവാ ചെയ്തിട്ടില്ലെങ്കിൽ ആ സൗകര്യം ഒന്ന് ചെയ്തു വെക്കണം, ഒരുക്കണം എന്ന് പറയുക. ഒരാൾ പോലും ഒരു വോട്ടർ വന്ന് അയാൾക്ക് സൗകര്യമില്ലാതെ തിരിച്ചു പോകാൻ പാടില്ല. അയാൾക്ക് വോട്ട് ചെയ്യാൻ വന്നതിന് ശേഷം അയാൾക്ക് പോളിംഗ് സെന്ററിൽ എത്തിപ്പെടാൻ പറ്റിയില്ല എന്ന ഒരു പരാതി ഒരു കാരണവശാലും ഉണ്ടാവരുത്. അതിനുവേണ്ടിയാണ് ആ സൗകര്യങ്ങളൊക്കെ ഒരുക്കണം എന്ന് പറയുന്നത്. നമ്മുടെ M3 സീരീസ് മെഷീൻ്റെ ഒരു ഔട്ട്ലൈനാണിത്. അവിടെ നമുക്ക് കാണാം ഈ VVPAT-ഉം കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. നമുക്ക് മെഷീൻ പരിചയപ്പെടാനുണ്ട്. വിശദമായിട്ട് മെഷീൻ നിങ്ങൾ എല്ലാവരും പരിചയപ്പെടണം. എല്ലാവരും മെഷീൻ ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കണം. അതിനുശേഷം മാത്രമേ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റൂ. ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം മാത്രം പോവുക. എല്ലാവരും മെഷീൻ എങ്ങനെയാണ് ഇരുന്നത്, അതിൽ എങ്ങനെയൊക്കെയാണ് കണക്ഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന്, എങ്ങനെയാണ് ഇലക്ഷൻ കഴിഞ്ഞ് അത് ക്ലോസ് ചെയ്യുന്നത്, എങ്ങനെയാണ് മോക്ക് പോൾ കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് റിസൾട്ട് എടുക്കുന്നത്, റിസൾട്ട് എടുത്ത് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യുന്നത് എങ്ങനെയാണ്, അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി മാത്രമേ ക്ലാസ് വിട്ട് പോകാൻ പാടുള്ളൂ. നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മെഷീനെ പരിചയപ്പെടുക എന്നുള്ളത്. അത് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇതിന് സൗകര്യമുണ്ട്. 2 സെറ്റ് മെഷീനോടെ ഉണ്ട്. നമുക്ക് 2 ടീമായിട്ടോ ഇങ്ങനെയാണ് വന്നാലും നമുക്ക് മെഷീൻ പരിചയപ്പെടാൻ പറ്റും. അതിന് സഹായം നമ്മളോട് ചെയ്തു തരാം. നേരത്തെ പറഞ്ഞതാണ് ഡു നോട്ട് റിപ്പീറ്റഡ്ലി സ്വിച്ച് ഓൺ ആൻഡ് ഓഫ് ദ VVPAT. VVPAT ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ഓൺ ചെയ്യുന്നത് സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്യരുത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മോക്ക് പോളിൻ്റെ സമയത്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. മോക്ക് പോൾ ഇല്ലാത്ത ഒരു പോളില്ല. മോക്ക് പോൾ നടത്തിയാൽ മാത്രമേ ആ പോളിംഗ് സ്റ്റേഷനിൽ പോളിംഗ് നടന്നു എന്ന് പറയാൻ പറ്റൂ. മോക്ക് പോൾ ഇല്ലാതെ പോളില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത്ര വോട്ട് മോക്ക് പോൾ ചെയ്യണമെന്നൊന്നും പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് മോക്ക് പോൾ ചെയ്യേണ്ടത്. കൃത്യമായ ഗൈഡ് ലൈൻസ് ആയി തന്നിട്ടുണ്ട് എങ്ങനെയാണ് മോക്ക് പോൾ ചെയ്യേണ്ടത്. ആക്ച്വൽ പോളിന് 1.5 മണിക്കൂർ മുമ്പ് മോക്ക് പോൾ തുടങ്ങണം. ആക്ച്വൽ പോളിന് 1.5 മണിക്കൂർ മുമ്പ്. ഇപ്പോൾ നമുക്ക് സാധാരണ നിലയിൽ നമുക്കിപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ആക്ച്വൽ ടൈം 7 മണിയാണ്. അത് പ്രകാരം 5:30 മണിക്ക് മോക്ക് പോൾ തുടങ്ങാം. 5:30 മണിക്കാണ് സാധാരണ നിലയിൽ മോക്ക് പോൾ തുടങ്ങേണ്ടത്. പക്ഷേ നമ്മൾ 5:30 മണിക്ക് മോക്ക് പോൾ തുടങ്ങാൻ വേണ്ടി സജ്ജീകരിച്ച് എല്ലാം സെറ്റ് ചെയ്താലും ചിലപ്പോൾ ഒരു കാൻഡിഡേറ്റിൻ്റെ ഏജന്റ് മാത്രമേ വന്നിട്ടുള്ളൂ എങ്കിൽ നമുക്ക് മോക്ക് പോൾ ആരംഭിക്കാനാവില്ല. ഒരു കാൻഡിഡേറ്റിൻ്റെ ഏജന്റ് മാത്രം വന്ന അവസരത്തിൽ നമ്മൾ 15 മിനിറ്റ് നേരെ മറ്റൊരു കാൻഡിഡേറ്റിൻ്റെ ഏജന്റിനെ കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അതായത് 5:30ക്ക് നമ്മൾ വരുന്നു, ഒരു കാൻഡിഡേറ്റിൻ്റെ ഏജന്റ് മാത്രമാണ്, അല്ലെങ്കിൽ ആരും ഇല്ല. അങ്ങനെയാണ് മോക്ക് പോൾ തുടങ്ങാൻ പറ്റില്ല. 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അങ്ങനെ 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ആരും വന്നില്ലെങ്കിൽ നമുക്ക് സ്വമേധയാ തുടങ്ങാം. 15 മിനിറ്റ് അപ്പോൾ 5:45 വരെയും ഒരു ഏജന്റ് ആണോ അല്ലെങ്കിൽ ആരും ഏജന്റ് ഇല്ലെങ്കിലും നമുക്ക് മോക്ക് പോൾ ആരംഭിക്കാം. അപ്പോൾ 1.5 മണിക്കൂർ മുമ്പാണ് സ്റ്റാർട്ടിംഗ് ടൈം കൃത്യമായി. അതുകൊണ്ട് ഏജന്റുമാർ വരുമ്പോൾ നേരത്തെ നമ്മൾ അവരോട് ചട്ടം കെട്ടുക. 5:30ക്ക് തന്നെ ബൂത്തിൽ എത്തിച്ചേരാൻ വേണ്ടി എല്ലാവരോടും നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ചു വെക്കുക. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ 5:30ക്ക് നമുക്ക് മോക്ക് പോൾ തുടങ്ങാൻ പറ്റും. അത് നമുക്ക് അവരുടെ നല്ല സൗഹാർദ്ദപരമായി ഉള്ള സമീപനത്തോടെ തലേ ദിവസം വരുമ്പോൾ നമ്മൾ പറഞ്ഞാൽ അവർ 5:30 മണിക്ക് തന്നെ വരും. നമുക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് മോക്ക് പോൾ തുടങ്ങേണ്ടത്. അതുകൊണ്ട് 5:45 വരെ നമുക്ക് കാത്തു നിൽക്കാൻ പറ്റില്ല. അതിന് മുമ്പ് തന്നെ നിങ്ങളൊക്കെ എത്തിച്ചേരണം നല്ലതായിരിക്കുമെന്ന് പറയാം. മോക്ക് പോൾ ആക്ച്വൽ പോൾ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ നടത്തണം. വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ ബാലറ്റ് യൂണിറ്റും VVPAT-ഉം സജ്ജീകരിച്ച് വെക്കണം. ഏത് പോളിംഗ് ഉദ്യോഗസ്ഥന് മുമ്പിലാണോ നമ്മൾ കൺട്രോൾ യൂണിറ്റ് വെക്കേണ്ടത് അദ്ദേഹത്തിന് മുമ്പിൽ തന്നെ കൺട്രോൾ യൂണിറ്റ് വെക്കണം. ആക്ച്വൽ പോൾ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ നമ്മൾ മോക്ക് പോളും സംഘടിപ്പിക്കുക. ആ മോക്ക് പോൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ VVPAT-ന്റെ ഡ്രോപ്പ് ബോക്സ് തുറന്ന് ഇതിനകത്തൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തണം. ഡ്രോപ്പ് ബോക്സ് എന്നത് VVPAT ഡ്രോപ്പ് ബോക്സ് ഇവിടെ ഈ സൈഡിൽ കാണുന്നതാണ്. ഇതിവിടെ ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന സാധനമാണ്. ഈ തുറന്ന്
കൃത്യമായി ഇതിനകത്ത് ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തണം. ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് അവരോട് നമുക്ക് മോക്ക് പോളിന്റെ ഇത് ചെയ്യാൻ പറ്റും. 50 വോട്ട് നിർബന്ധമായും നമ്മൾ മോക്ക് പോളിന്റെ സമയത്ത് ചെയ്യണം. 50 വോട്ട് ചെയ്യണം. 50 വോട്ട് ചെയ്യണം എന്നത് ഒരു സ്ഥാനാർത്ഥിക്ക് ചെയ്യണമെന്നല്ല, എല്ലാ സ്ഥാനാർത്ഥികൾക്കും തുല്യമായി വോട്ട് ചെയ്യണം, ഇൻക്ലൂഡിങ് നോട്ടക്ക് ഉൾപ്പെടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്ത് നോക്കണം. വോട്ട് ചെയ്യുന്നത് കൃത്യമായി രേഖപ്പെടുത്തണം. ഒരു പോളിംഗ് ഓഫീസറെ അതിനായി നിയോഗിക്കണം. നമ്മൾ ഒരു പോളിംഗ് ഓഫീസറോട് വോട്ടർ കമ്പാർട്ട്മെന്റിൽ ചെന്ന് ആർക്കാണ് വോട്ട് ചെയ്യുന്നത്, ഏജന്റുമാർ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് പ്രത്യേകം രേഖപ്പെടുത്തി വെക്കുക. ആ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് അവസാനം ടാലി ചെയ്ത് എഴുതാനുണ്ട്. പ്രിസൈഡിംഗ് ഓഫീസർ റിപ്പോർട്ടിൽ അത് രേഖപ്പെടുത്താനുണ്ട്. അപ്പോൾ അത് ടാലി ആയി വരണം. അതുകൊണ്ട് കൃത്യമായ രേഖപ്പെടുത്തൽ ഉണ്ടാവുക. അത് പ്രിസൈഡിംഗ് ഓഫീസർ ഡയറിയിലും റിപ്പോർട്ടിലും കൃത്യമായി രേഖപ്പെടുത്തുക. അതാണ് മോക്ക് പോളിനെ കുറിച്ച് പറയാനുള്ളത്. മോക്ക് പോൾ കഴിഞ്ഞതിന് ശേഷം മോക്ക് പോളിന്റെ റിസൾട്ട് എടുക്കണം. അതിന് റിസൾട്ട് എടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ ക്ലോസ് ബട്ടൺ ഞെക്കി ക്ലോസ് ചെയ്യണം. മോക്ക് പോൾ കഴിഞ്ഞ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് എടുക്കുക. റിസൾട്ട് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മോക്ക് പോൾ റിസൾട്ട് ക്ലിയർ ചെയ്യുക എന്നത് പല തവണ നമ്മൾ പല ഇലക്ഷനിലും പല ക്ലാസ്സിലും ഒട്ടേറെ തവണ നമ്മൾ പറഞ്ഞു പോയിട്ടും ഒട്ടേറെ മെഷേഴ്സ് അതിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടും മോക്ക് പോൾ റിസൾട്ട് ക്ലിയർ ചെയ്യാതെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. മോക്ക് പോൾ റിസൾട്ട് ക്ലിയർ ചെയ്താതിരുന്നാൽ അത് ചിലപ്പോൾ അത് റീപോളിലേക്ക് വരെ പോവാം. മോക്ക് പോൾ റിസൾട്ട് ക്ലിയർ ചെയ്യാതെ തെരഞ്ഞെടുപ്പ് നടന്നാൽ അത് ആ മെഷീൻ എണ്ണാൻ ഉപയോഗിക്കാൻ പറ്റില്ല. എണ്ണാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ മാർജിനിലൊക്കെയാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ ആരെങ്കിലും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ എണ്ണാൻ ഉപയോഗിക്കാത്തപ്പോൾ അവിടെ വീണ്ടും ഒരു റീപോളൊക്കെ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മോക്ക് പോൾ റിസൾട്ട് ക്ലിയർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അത് ആപ്പിൽ പ്രത്യേകമായിട്ട് മോക്ക് പോൾ റിസൾട്ട് ക്ലിയർ ചെയ്തോ എന്ന ഒരു ചോദ്യം തന്നെ ഉള്ളത്. കൂടാതെ ഇത്തവണ ഒരു നടപടി കൂടി കമ്മീഷൻ അതിനുവേണ്ടി എടുത്തിട്ടുണ്ട്. മോക്ക് പോൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രിസൈഡിംഗ് ഓഫീസറും ഫസ്റ്റ് പോളിംഗ് ഓഫീസറും മോക്ക് പോൾ റിസൾട്ട് ക്ലിയർ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ കയ്യിലുള്ള 17A രജിസ്റ്ററിൽ മുകളിൽ തന്നെ ഈ വിവരം ഞാൻ മെഷീൻ പരിശോധിച്ചുവെന്നും അവിടെ വോട്ടില്ല, അത് 0 ആണ്, ടോട്ടൽ വോട്ട് 0 ആണ് എന്ന് കണ്ട് ബോധ്യപ്പെട്ടു എന്ന് എഴുതി ചേർക്കണം. പെൻ കൊണ്ട് എഴുതി ചേർക്കണം എന്ന് പ്രത്യേകമായി പറയുന്നു. മോക്ക് പോള് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ മോക്ക് പോളിന്റെ സ്ലിപ്പുകൾ ഉണ്ടാവും. 50 സ്ലിപ്പ് നമ്മുടെ മോക്ക് പോൾ ചെയ്തതും ഓട്ടോമാറ്റിക്കായി ഇത് ഓൺ ചെയ്യുമ്പോൾ 7 സ്ലിപ്പ് ഇതിൽ വീഴും. ഇതിന്റെ സെൻസറിങ് സ്ലിപ്പാണ്. 7 സ്ലിപ്പുകൾ ഇതിനകത്തേക്ക് വീഴും. ആ 50ഉം 7 57 സ്ലിപ്പുകൾ ഉണ്ടാവും. ആ 57 സ്ലിപ്പുകളിലും നമുക്കൊരു റബ്ബർ സ്റ്റാമ്പ് തരുമെന്ന് പറഞ്ഞു. ആ റബ്ബർ സ്റ്റാമ്പ് കൊണ്ട് ഈ സ്ലിപ്പിന്റെ പിറകു വശത്ത് മോക്ക് പോൾ സ്ലിപ്പ് എന്ന് റബ്ബർ സ്റ്റാമ്പ് ഉണ്ട്, അത് പതിക്കുക. മോക്ക് പോൾ സ്ലിപ്പ് എന്നുള്ള റബ്ബർ സ്റ്റാമ്പ് ഇതിനകത്ത് പതിക്കുക. അങ്ങനെ പതിച്ച സ്ലിപ്പുകളെല്ലാം കൂടി ഒരു ബ്ലാക്ക് എൻവലപ്പ്, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ബ്ലാക്ക് എൻവലപ്പ്, ആ ബ്ലാക്ക് എൻവലപ്പിൽ ഇടുക. ആ ബ്ലാക്ക് എൻവലപ്പിലിട്ട് നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷന്റെ ഡീറ്റെയിൽസ് എഴുതിയ ഒരു സ്ലിപ്പ് ഉണ്ടാവും. അതായത് പോളിംഗ് സ്റ്റേഷൻ നമ്പർ, അതിന്റെ ഏരിയ, അതൊക്കെ കാണിക്കുന്നതാണ്. ആ സ്ലിപ്പ് കൂടി നിങ്ങൾ ബ്ലാക്ക് എൻവലപ്പിനോ കൂടി ഒട്ടിച്ചു വെക്കുക. അതിൽ ഇങ്ങനെ അടർത്താൻ പറ്റുന്ന രീതിയിൽ ഒട്ടിക്കുന്ന ഒരു സാധനമാണ് തരിക. ഇനി അഥവാ അങ്ങനെ ഒട്ടിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പശ ഉപയോഗിച്ചിട്ട് അത് ആ ബ്ലാക്ക് എൻവലപ്പിന് ഒട്ടിക്കുക. എന്നിട്ട് ആ ബ്ലാക്ക് എൻവലപ്പ് ഒരു പ്ലാസ്റ്റിക് ബോക്സ് പ്രത്യേകമായി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ആ പ്ലാസ്റ്റിക് ബോക്സിനകത്ത് വെക്കുക. ആ പ്ലാസ്റ്റിക് ബോക്സിനകത്ത് വെച്ചതിന് ശേഷം നമ്മുടെ പിങ്ക് പേപ്പർ സീൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. ആ പിങ്ക് പേപ്പർ സീല് കൊണ്ട് അതിനെ പൊതിയുക. അതിനെ ആ പിങ്ക് പേപ്പർ സീലിട്ട് ഒട്ടിക്കുക. പിങ്ക് പേപ്പർ സീലിൽ ഏജന്റുമാരുടെ ഒപ്പ് വെക്കുക, പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പ് വെക്കുക. അതിനാണ് പിങ്ക് പേപ്പർ സീല് നമുക്ക് തന്നത്. ആ പിങ്ക് പേപ്പർ സീൽ കൊണ്ട് പ്ലാസ്റ്റിക് ബോക്സ് ഒട്ടിച്ച് അതിൽ ഒപ്പൊക്കെ വാങ്ങി സജ്ജീകരിക്കുക. അങ്ങനെയാണ് നമുക്ക് അതിലെ ഒരു ചിത്രമാണ് അത്. ആ പിങ്ക് പേപ്പർ സീല് വെക്കുന്ന രൂപമാണ്. ഇത് കഴിഞ്ഞാൽ മോക്ക് പോൾ കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ സീലിംഗ് ആണ്. മെഷീൻ സീൽ ചെയ്യണം. ഈ നമ്മുടെ മെഷീൻ ഇപ്പോൾ മോക്ക് പോളിൽ നമുക്ക് മനസ്സിലായി ബോധ്യപ്പെട്ടു. ഈ മെഷീനിൽ നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റും. ഇതിൽ തർക്കങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൽ വോട്ട് ചെയ്താൽ അതേ ചിത്രം തന്നെയാണ് ഇതിൽ വീഴുന്നത്
അല്ലെ? വോട്ട് ചെയ്താൽ ഒന്ന് ചെയ്താൽ ആർക്കാണ് വോട്ട് ചെയ്തത് അത് തന്നെ ഇതിൽ കാണുന്നുണ്ട്, വിവിപാറ്റ് കാണുന്നുണ്ട്. 50 എണ്ണം ചെയ്താൽ 50 എണ്ണേ ഇതിൽ കാണുന്നുള്ളൂ എന്നൊക്കെ ബോധ്യപ്പെട്ടു. ഏജന്റുമാർക്കൊക്കെ ബോധ്യപ്പെട്ടു. അവർ ചെയ്ത വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തി കൃത്യമാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ ചെയ്ത മെഷീനാണിത്. അതുകൊണ്ട് ഈ മെഷീൻ നമുക്ക് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ സജ്ജമാണ്. ഇനി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ സജ്ജമാക്കണമെങ്കിൽ ഇതിനെ നമുക്കൊന്ന് സീൽ ചെയ്യും കൂടെ വേണം. സീൽ ചെയ്തിട്ടില്ലെങ്കിൽ ആ മെഷീൻ നമുക്ക് വോട്ടെടുപ്പിന് ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിനെ മെഷീൻ സീൽ ചെയ്യേണ്ടതുണ്ട്. സീൽ ചെയ്യുന്നതും നമുക്ക് ഈ മെഷീന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് കാണിച്ചതിന് പറയാം. അത് അതേ സമയത്ത് കാണിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആവുക എന്നുള്ളതാണ്. ഇത് പ്രിസൈഡിംഗ് ഓഫീസർ റിപ്പോർട്ടാണ്. Entry regarding details of EVM used, replacement of EVM during mock poll, polling agent signature. അതൊക്കെ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പാർട്ട് 1-ല് പ്രിസൈഡിംഗ് ഓഫീസർ റിപ്പോർട്ടിൽ പാർട്ട് 1-ല് നമ്മൾ ചേർക്കേണ്ടതാണ്. Entry regarding the conduct of mock poll, verification of mock poll data, polling agent signature. ഇതൊക്കെ ഫസ്റ്റ് ഭാഗത്ത് വരുന്നതാണ്. നേരത്തെ നമ്മൾ കൊടുത്തിരുന്ന മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് പകരമായി റിപ്പോർട്ടിൽ ചേർക്കേണ്ടതാണ്. EVM ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് EVM ആണ് ഉപയോഗിച്ചത്, അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടാമത്തെ ഭാഗത്ത് എൻട്രി റിഗാർഡിംഗ് ദ കണ്ടക്ട് ഓഫ് മോക്ക് പോൾ, വെരിഫിക്കേഷൻ ഓഫ് മോക്ക് പോൾ ഡാറ്റ, പോളിംഗ് ഏജന്റ് സിഗ്നേച്ചർ അതൊക്കെ അതിൽ വരും. എൻട്രി റിഗാർഡിംഗ് മോക്ക് പോൾ വോട്ട്സ്, ടാലിഡ് മോക്ക് പോൾ വോട്ട്സ്, ഇറേസ്ഡ് ഫ്രം CU ആൻഡ് പോളിംഗ് ഏജന്റ് സിഗ്നേച്ചർ. ഇതൊക്കെ ഈ രണ്ട് സ്ഥലത്തും പോളിംഗ് ഏജന്റുമാരുടെ സിഗ്നേച്ചർ വാങ്ങണം. ഇതൊക്കെ റിപ്പോർട്ടിലുള്ള ഇതാണ്. ആ റിപ്പോർട്ട് അടുത്ത ക്ലാസ്സിലാകുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ആ റിപ്പോർട്ട് ഒരു കോപ്പി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ അത് കുറച്ചുകൂടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരാം. ഇത് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കാണ്ട് റിപ്പോർട്ടിൽ മോക്ക് പോൾ കഴിഞ്ഞാൽ പ്രിസൈഡിംഗ് ഓഫീസർ റിപ്പോർട്ടിൽ ആ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വെക്കാനുണ്ട്.